ഗൈസ്, ഞാൻ ഇവിടെ ഇപ്പൊ വന്നേക്കുന്ന പുതിയതാണ്. ഇന്നലെ ഞാൻ 5 എന്നല്ലേ പറഞ്ഞത്, പക്ഷെ അത് തെറ്റിപ്പോയി. 10 ആണ്. 10 ക്വസ്റ്റ്യൻ. നോക്ക്, ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് തന്നെ നോക്ക്, 120, 130, ഇവിടെ എന്താ വരേണ്ട, എന്നിട്ട് 150, 160. ഇവിടെ നിങ്ങൾ 1 2 3 4 എഴുതുന്നാലോ 2 3, ഇവിടെ 4 അല്ലേ ഉണ്ട്, അപ്പൊ 140. ഹായ് ഗൈസ്, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്, അതായത് ഫസ്റ്റ് ഡേ ഏതാണ്? നിങ്ങൾ വിചാരിക്കും സൺഡേ ആണ്, പക്ഷെ അല്ല, അത് ലാസ്റ്റ് ആണ്. മൺഡേ ആണ് സത്യമായിട്ടും ആൻസർ. മൺഡേ എഴുതി തരാം. MONDAY, മൺഡേ. ഫസ്റ്റ് ഡേ മൺഡേ, ലാസ്റ്റ് ഡേ സൺഡേ. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, 46 - 46 ഈക്വൽ ടു എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്തിൻ്റെ കൂടെ അതേ നമ്പർ മൈനസ് ചെയ്താൽ നമുക്ക് ഇത് തന്നെ കിട്ടത്തുള്ളൂ, 0. അപ്പൊ ഓർമ്മയില്ല, അന്ന് നമ്മൾ 56 26 ഞാൻ ഇത് ഇങ്ങനെ ചെയ്തിട്ട് ഇത് രണ്ടും കൂടി മൈനസ് ചെയ്തിട്ട് 0 കിട്ടിയത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നതായിരിക്കും അല്ലേ? അപ്പൊ അതേപോലെ തന്നെ നമ്മൾ 6 2 അത് 0 ആയി കിട്ടിയത്. അതേപോലെ തന്നെ 6. ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇത് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇത് ഈസി, ഇത് ഈസി, ഇത് ഈസി. അപ്പൊ ഈ ഈസി ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാം. നോക്ക്, 90ന്റെ കൂട്ടത്തിൽ 99 അതിലേക്ക് ഒരു 0, സോറി തെറ്റിപ്പോയതാണ്, അതിന്റെ കാര്യം എനിക്ക് മറന്നുപോയി. അപ്പൊ ഞാൻ ഇവിടെ 100 എഴുതാൻ പോവാണ്. ഇവിടെ 100 ആണ് വേണ്ട. ഈ 99ന്റെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. 52 എന്തിന്റെ കൂടി വന്ന് ചേർത്താലും നമുക്ക് അതിനെക്കാട്ടിൽ ഒരു നമ്പർ കൂടും, 53. അപ്പൊ ഇതേപോലെ തന്നെ 99ന്റെ കൂട്ടത്തിൽ 1 ചേർത്ത 100 കിട്ടത്തുള്ളൂ. ഹായ് ഗൈസ്, ഇത് 5th ക്വസ്റ്റ്യൻ ആണ്. ഈസി അല്ല, ചെറിയ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഞാൻ ഈസി എഴുതി തരാം. 26 അതെങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഇത് കാണിച്ചു തരാം. 19 ഇവിടെ നിന്ന് 1, പിന്നെ 12, പിന്നെ 2, അപ്പൊ 21 ആണ്. അപ്പൊ ഇവിടെ 2 എഴുതാണ്. പിന്നെയും 3, 22. നമ്മൾ ഇത് 7 വട്ടം ഇങ്ങനെ താഴെ എഴുതി പോണം. പിന്നെയും 5, 4 ഇവിടെ അല്ലേ, 23 ഇവിടെ, സോറി. പിന്നെ ഇവിടെ 24. അയ്യോ, താഴത്തെ ഇത് എഴുതാൻ മറന്നുപോയി. 4, 5. ഇനി രണ്ടെണ്ണം കൂടി എഴുതിയാൽ നമുക്കുള്ള പണി കിട്ടും. ഇതാ 26, 24 അല്ല, 26 അല്ല, 25. അപ്പൊ 6 ആണ്. 26 ആകുമ്പോഴാണ് നമ്മൾ നിർത്തേണ്ടത്. അവിടെ 7 ആണ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ 7 വരണം, പിന്നെ ഇവിടെ 26 വരണം. അപ്പൊ ഇത്രയാണ് ഉള്ളത് ഈ 26 കിട്ടാൻ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 6th ക്വസ്റ്റ്യൻ ആണ്. The successor of 89 is, അതായത് സക്സസർ എന്ന് വെച്ചാൽ ഇതിന്റെ മുമ്പിലേക്ക് പോകുന്ന, അത് ഇത് ഈസിയാണ്. പിന്നെ മുന്നിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, UKG-ലൊക്കെ അറിയായിരിക്കും. ഇതിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന നമ്പറാണ് 90. ഹായ് ഗൈസ്, ഇത് എന്താണ്? 7th ക്വസ്റ്റ്യൻ ആണ്. ഇത് അത്രയ്ക്ക് എളുപ്പമൊന്നുമല്ല. നോക്കിത്, നമ്മള് ഈ ഏതാണ് ക്വസ്റ്റ്യൻ? 18 -
ഇവിടുത്തെ ആൻസർ കിട്ടും. നോക്ക് 2 + 8 നോക്ക് കൈ തന്നെ ഞാൻ ചെയ്തു. -8 ഞാൻ കൈ ചെയ്ത് കാണിച്ചു തരാം. നോക്ക് ഇപ്പൊ നിങ്ങളുടെ 8 ആപ്പിൾസ് ഉണ്ടെന്ന് വെച്ചോ. അതിന് 2 എണ്ണം മാത്രം 2 ഫ്രണ്ട്സിന് കൊടുത്തെന്ന് വെച്ചോ. അപ്പൊ കിട്ടുന്ന 6 ആണ്. 6 എവിടെ എഴുതട്ടെ? ഇവിടെ 6. പിന്നെ ഇവിടെ 1 1 1 മൈനസ് ഇതാ എന്താ കിട്ടുക? 0 60. So the answer is 6. 6. 10 + 5 - 2 എത്രയാണ്? അത് ഇപ്പൊ എന്താ 8th ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. 10th വരെ ഉണ്ട്. ഇനി 2 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇതിന്ന് 2ഉം കൂടി ചേർക്കുമ്പോൾ കിട്ടുന്ന 15. എന്നിട്ട് ഇന്ന് 2 എണ്ണം കുറച്ചാൽ ഞാൻ കാണിച്ചു തരാവേ. 2 എണ്ണം കുറച്ച 30. ഇതാണ് ഇതിന്റെ ആൻസർ. ഇതാണ് ഇതിന്റെ ആൻസർ 13. ഇതെന്താ 9th ക്വസ്റ്റ്യൻ ആണ്. ദ ലാർജസ്റ്റ് 2-digit നമ്പർ ഈസ്, അതായത് ഇതിലെ എന്താണ് 2 ഡിജിറ്റ് ഉള്ള വലിയ നമ്പർ ആണ് ചോദിക്കുന്നതില്. അപ്പൊ ഇതെല്ലാം ആർക്കും അറിയുന്നതല്ല. LKGക്ക് അറിയൂല. 99 തിരിഞ്ഞു. എല്ലാവർക്കും അറിയുന്നത് 99 ആണ് ഇതിന്റെ ആൻസർ. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് 15. ഇന്നത്തെ 10th ക്വസ്റ്റ്യൻ ഇതുവരെയുള്ള 15th ക്വസ്റ്റ്യൻ ആണ്. 50 + 14 നമുക്ക് എഴുതി നോക്കാം. ഈ 5ഉം 1ഉം കൂടി ചേർത്താൽ നമുക്ക് 6 കിട്ടും. പിന്നെ 4ഉം 0ഉം കൂടി കൂട്ടിയാൽ 4 തന്നെ കിട്ടും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ആൻസർ ഈസ് 64. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്താണ് ക്യാപ്റ്റൻ റൂത്താണ് ചാനലിന്റെ പേര്. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം.